അമേരിക്കൻ റോഡുകളിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ പതിറ്റാണ്ടുകളായി ഒരൊറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഹാർലി ഡേവിഡ്സൺ എന്ന പടുകൂറ്റൻ ബൈക്കുകളായിരുന്നു. ആ വലിയ എഞ്ചിൻ മുഴക്കവും തുകൽ ജാക്കറ്റിട്ട റൈഡർമാരും അമേരിക്കൻ സംസ്കാരത്തിൻ്റെ തന്നെ ഭാഗമായിരുന്നു. എന്നാൽ കാലം മാറിമറിഞ്ഞിരിക്കുന്നു. ഇന്ന് ആ അമേരിക്കൻ മണ്ണിൽ മുഴങ്ങുന്നത് ചെന്നൈയിൽ നിന്നും വണ്ടി കയറിയ റോയൽ എൻഫീൽഡിൻ്റെ ഗാംഭീര്യമുള്ള ശബ്ദമാണ്. കേവലം ഒരു മത്സരത്തിനപ്പുറം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മോട്ടോർ സൈക്കിൾ ബ്രാൻഡിനെ ഒരു ഇന്ത്യൻ കമ്പനി തന്ത്രപരമായി ഇല്ലായ്മ ചെയ്യുന്ന അല്ലെങ്കിൽ പിന്നിലാക്കുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. റോയൽ എൻഫീൽഡ് 10 ലക്ഷം മോട്ടോർ സൈക്കിളുകൾ വിറ്റഴിച്ച് ചരിത്രം കുറിച്ചപ്പോൾ ഹാർലി ഡേവിഡ്സൺ വെറും 1,24,000 വണ്ടികൾ മാത്രം കയറ്റുമതി ചെയ്ത് നഷ്ടക്കണക്കുകൾ നോക്കി നെടുവീർപ്പിടുകയാണ്. വെറും 2 വർഷത്തിനുള്ളിൽ ഈ 2 കമ്പനികൾക്കിടയിലുള്ള വിപണി മൂല്യത്തിൻ്റെ അന്തരം $22 ബില്യൺ മാറി എന്നത് ആരെയും അമ്പരപ്പിക്കുന്ന ഒന്നാണ്. ഹാർലി ഡേവിഡ്സൺ എന്ന ഭീമന്റെ ഇപ്പോഴത്തെ മൂല്യം അവരുടെ ഇന്ത്യൻ എതിരാളിയായ റോയൽ എൻഫീൽഡിൻ്റെ 10-1 മാത്രമാണെന്ന സത്യം മോട്ടോർ വാഹന ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു ഇന്ത്യൻ ഇരുചക്ര വാഹന നിർമ്മാതാവ് അമേരിക്കയിൽ പോയി അവരുടെ സ്വന്തം തട്ടകത്തിൽ വെച്ച് ഇത്രയേറെ ആധിപത്യം സ്ഥാപിച്ചത് എന്ന് പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് ചില ഞെട്ടിക്കുന്ന സത്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനം റോയൽ എൻഫീൽഡിൻ്റെ തന്ത്രപരമായ നീക്കങ്ങളാണ്. ഹാർലി ഡേവിഡ്സന്റെ ജന്മനാടായ മിൽവാക്കിയിൽ തന്നെ തങ്ങളുടെ നോർത്ത് അമേരിക്കൻ ആസ്ഥാനം തുറക്കാൻ റോയൽ എൻഫീൽഡ് കാണിച്ച ധൈര്യം ഒരു സാധാരണ ബിസിനസ് നീക്കമായിരുന്നില്ല. അത് എതിരാളിയുടെ ആത്മവിശ്വാസത്തിന് മേൽ ഏൽപ്പിച്ച കനത്ത പ്രഹരമായിരുന്നു. പെപ്സി കൊക്കക്കോളയുടെ ആസ്ഥാനത്തിന് മുന്നിൽ ഓഫീസ് തുറക്കുന്നത് പോലെയായിരുന്നു അത്. ഹാർലിയുടെ തട്ടകത്തിൽ നിന്നുകൊണ്ട് ഹാർലിയുടെ ജീവനക്കാരെയും ഉപഭോക്താക്കളെയും ആകർഷിക്കുക എന്ന തന്ത്രം സിദ്ധാർത്ഥ് ലാൽ എന്ന ദീർഘവീക്ഷണമുള്ള സാരഥിയുടെ ബുദ്ധിയിൽ ഉദിച്ചതായിരുന്നു. മിൽവാക്കിയിലെ തെരുവുകളിൽ ബുള്ളറ്റിൻ്റെയും ഇൻ്റർസെപ്റ്ററിൻ്റെയും ശബ്ദം കേൾപ്പിച്ചു തുടങ്ങിയതോടെ അമേരിക്കൻ മോട്ടോർ സൈക്കിൾ പ്രേമികൾക്ക് പുതിയൊരു ബദൽ മാർഗം ചിന്തിച്ചു തുടങ്ങാൻ അവസരമൊരുങ്ങി. ഹാർലി ഡേവിഡ്സന്റെ തകർച്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണം അവർക്ക് കാലത്തിനൊത്ത് മാറാൻ സാധിച്ചില്ല എന്നത് തന്നെയാണ്. ബേബി ബൂമേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന, അതായത് 1946-നും 1964-നും ഇടയിൽ ജനിച്ച സമ്പന്നരായ അമേരിക്കക്കാരായിരുന്നു ഹാർലിയുടെ എക്കാലത്തെയും വലിയ ഉപഭോക്താക്കൾ. എന്നാൽ ആ തലമുറ ഇന്ന് വാർദ്ധക്യത്തിലേക്ക് കടന്നിരിക്കുന്നു. അവർക്ക് ഭാരമേറിയ ക്രൂയിസർ ബൈക്കുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയായി. മറുവശത്ത് പുതിയ തലമുറയാകട്ടെ വലിയ വില കൊടുത്ത് ഇത്തരം ഭീമൻ ബൈക്കുകൾ വാങ്ങാൻ താല്പര്യപ്പെടുന്നുമില്ല. ഇവിടെയാണ് റോയൽ എൻഫീൽഡ് തങ്ങളുടെ മിഡിൽ വെയ്റ്റ് വിഭാഗത്തിലുള്ള ബൈക്കുകളുമായി കടന്നു വന്നത്. 250 സിസിക്കും 750 സിസിക്കും ഇടയിലുള്ള ബൈക്കുകൾക്ക് ലോകമെമ്പാടും വലിയ ഡിമാൻഡാണെന്ന് തിരിച്ചറിഞ്ഞ എൻഫീൽഡ് മിതമായ നിരക്കിൽ മികച്ച ക്ലാസിക് ലുക്കുള്ള ബൈക്കുകൾ വിപണിയിലെത്തിച്ചു. $30,000 കൊടുത്ത് ഒരു ഹാർലി വാങ്ങുന്നതിന് പകരം അതിലും കുറഞ്ഞ പണത്തിന്, എന്നാൽ ഒട്ടും ഗാംഭീര്യം കുറയാത്ത, പരിപാലിക്കാൻ എളുപ്പമുള്ള റോയൽ എൻഫീൽഡ് ബൈക്കുകൾ യുവാക്കളെ ആകർഷിച്ചു. വിലയിലെ ഈ വലിയ അന്തരം ഹാർലിയുടെ വിപണിക്ക് വലിയ തിരിച്ചടിയായി. കമ്പനിയുടെ നേതൃത്വത്തിലുള്ള പാളിച്ചകളും ഹാർലി ഡേവിഡ്സന്റെ പതനത്തിന് ആക്കം കൂട്ടി. മോട്ടോർ സൈക്കിൾ പാരമ്പര്യമോ റൈഡിംഗ് വികാരമോ മനസ്സിലാക്കാത്ത കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവുകളാണ് പലപ്പോഴും ഹാർലിയുടെ തലപ്പത്ത് വന്നത്. ഗോൾഫ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ടോപ്പ് ഗോൾഫ് എന്ന കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഹാർലിയുടെ തലപ്പത്തെത്തിയത് ഇതിനൊരു ഉദാഹരണം മാത്രമാണ്. ബൈക്കിനോടുള്ള പാഷൻ ഇല്ലാത്ത, ലാഭക്കണക്കുകൾ മാത്രം നോക്കുന്ന നേതൃത്വം വരുമ്പോൾ ബ്രാൻഡിൻ്റെ ആത്മാവ് നഷ്ടപ്പെടും. നേരെ മറിച്ച് റോയൽ എൻഫീൽഡിനെ നയിക്കുന്നത് ബൈക്കിങ്ങിനെ ജീവശ്വാസം പോലെ കാണുന്ന സിദ്ധാർത്ഥ് ലാലിനെ പോലെയുള്ളവരാണ്. റൈഡർമാർക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ് ഹിമാലയനും ഇൻ്റർസെപ്റ്ററും അതുപോലെ മിറ്റിയോറുമൊക്കെ ആഗോള വിപണിയിൽ ഹിറ്റായത്. ഹാർലി തങ്ങളുടെ പരമ്പരാഗത ശൈലിയിൽ നിന്ന് മാറി ഇലക്ട്രിക് ബൈക്കുകൾ നിർമ്മിക്കാൻ ശ്രമിച്ചതും വലിയ പരാജയമായി മാറി. 2025-ലെ ആദ്യ പാദത്തിൽ വെറും 33 ഇലക്ട്രിക് യൂണിറ്റുകൾ മാത്രമാണ് അവർക്ക് വിൽക്കാൻ സാധിച്ചത് എന്നത് ആ കമ്പനി നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു. റോയൽ എൻഫീൽഡിൻ്റെ വിജയത്തിന് പിന്നിലെ മറ്റൊരു ഘടകം അവർ കെട്ടിപ്പടുത്ത കമ്മ്യൂണിറ്റിയാണ്. വെറുമൊരു വാഹനം എന്നതിനേക്കാൾ അതൊരു ജീവിത ശൈലിയായി മാറ്റാൻ അവർക്ക് സാധിച്ചു. ഇന്ത്യയിൽ നാം കാണുന്ന റൈഡർ മാനിയ പോലെയുള്ള കൂടിച്ചേരലുകൾ അവർ ആഗോള തലത്തിലേക്കും വ്യാപിപ്പിച്ചു. തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് തങ്ങളുടേതായ രീതിയിൽ ബൈക്കുകൾ കസ്റ്റമൈസ് ചെയ്യാനുള്ള അവസരവും അവർ നൽകി. ഇത് യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടി. പണ്ട് ഹാർലി ഡേവിഡ്സൺ ചെയ്തിരുന്ന അതേ കൾട്ട് നിർമ്മാണം ഇന്ന് അതിലും ഫലപ്രദമായി ഡിജിറ്റൽ യുഗത്തിൽ റോയൽ എൻഫീൽഡ് നടപ്പിലാക്കുന്നു. ലളിതമായ മെക്കാനിസവും എവിടെയും നന്നാക്കാൻ സാധിക്കുന്ന സൗകര്യവും വിശ്വസ്തതയും റോയൽ എൻഫീൽഡിനെ പ്രിയപ്പെട്ടതാക്കി. ഹാർലി ഡേവിഡ്സൺ ആഡംബരത്തിൻ്റെ മാത്രം ചിഹ്നമായി മാറിയപ്പോൾ റോയൽ എൻഫീൽഡ് സാധാരണക്കാരൻ്റെയും മോട്ടോർ സൈക്കിൾ പ്രേമികളുടെയും വികാരമായി മാറി. സാമ്പത്തികമായി നോക്കിയാൽ ഐഷർ മോട്ടോഴ്സ് എന്ന മാതൃ കമ്പനിയുടെ കീഴിലുള്ള റോയൽ എൻഫീൽഡ്
ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ലാഭകരമായ ഓട്ടോമൊബൈൽ കമ്പനികളിലൊന്നാണ്. ഹാർലി ഓരോ ബൈക്ക് വിൽക്കുമ്പോഴും നഷ്ടം സഹിക്കുമ്പോൾ റോയൽ എൻഫീൽഡ് കൃത്യമായ ലാഭമുണ്ടാക്കുന്നു. ഉൽപ്പാദന ചെലവ് കുറയ്ക്കുകയും എന്നാൽ ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ തന്ത്രം ഇവിടെ വിജയിച്ചു. ഹാർലിയുടെ വിപണി മൂല്യം കുത്തനെ ഇടിയുകയും റോയൽ എൻഫീൽഡിൻ്റേത് കുതിച്ചുയരുകയും ചെയ്തത് ഈ സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ ഫലം കൂടിയാണ്. അമേരിക്കൻ വിപണിയിൽ ഹാർലിയുടെ വിൽപ്പന കുറയുമ്പോൾ അവിടെയും റോയൽ എൻഫീൽഡ് തങ്ങളുടെ വിഹിതം വർദ്ധിപ്പിക്കുകയാണ്. ഇത് കേവലം ഒരു മത്സരമല്ല, മറിച്ച് വിപണിയുടെ പൂർണ്ണമായ ഏറ്റെടുക്കൽ പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഇന്ത്യൻ വിജയഗാഥയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ മോട്ടോർ സൈക്കിൾ ബ്രാൻഡിനെ അവരുടെ നാട്ടിൽ പോയി വെല്ലുവിളിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യുക എന്നത് ചെറിയ കാര്യമൊന്നുമല്ല. മാറുന്ന ലോകത്തിനനുസരിച്ച് ഉൽപ്പന്നങ്ങളെ പരിഷ്കരിക്കാനും ഉപഭോക്താവിൻ്റെ മനസ്സ് വായിക്കാനും കൃത്യമായ വിലനിർണ്ണയം നടത്താനും റോയൽ എൻഫീൽഡിന് സാധിച്ചു. ഹാർലി ഡേവിഡ്സൺ എന്ന ഗൃഹാതുരത്വമുണർത്തുന്ന പേര് ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് ഒതുങ്ങാൻ തുടങ്ങുമ്പോൾ ഭാവിയുടെ നിരത്തുകളിൽ രാജാവായി വാഴാൻ പോകുന്നത് ഇന്ത്യൻ നിർമ്മിത റോയൽ എൻഫീൽഡ് തന്നെയായിരിക്കും എന്ന് നിസ്സംശയം പറയാം. കാലഹരണപ്പെട്ട ചിന്താഗതികളും അമിത ആത്മവിശ്വാസവും ഒരു വമ്പൻ സാമ്രാജ്യത്തെ എങ്ങനെ തകർക്കുന്നുവെന്നതിനും കൃത്യമായ ആസൂത്രണവും പാഷനും ഒരു ബ്രാൻഡിനെ എങ്ങനെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിക്കുമെന്നതിനും ഇതിലും വലിയൊരു ഉദാഹരണമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.